നമസ്കാരം. നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെൻറ്റും സംസ്ഥാനങ്ങളിൽ നിയമസഭയുമുണ്ട്. നിയമസഭയിലും പാർലമെൻറ്റിലുമുള്ള നമ്മളുടെ അംഗങ്ങൾ വളരെ സൗമ്യമായും പരസ്പര ബഹുമാനത്തോടെയും സഭയുടെ അന്തസ്സും അവരെ തിരഞ്ഞെടുത്തുവിട്ട ജനങ്ങളുടെ അന്തസ്സും കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രവർത്തിക്കും എന്നാണ് നാം വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ നിയമസഭകളിലും പാർലമെൻറ്റിലും നടക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിന് വളർന്നു വരുന്ന ഈ ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്ത രീതിയിലാണ്. നാം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിത രീതിയിൽ വികസനമുണ്ടാകുന്നുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നാം വികസിക്കുന്നുണ്ട്, റോഡുകൾ വികസിക്കുന്നുണ്ട്, പാലങ്ങൾ വികസിക്കുന്നുണ്ട്. അങ്ങനെ നാട് മൊത്തത്തിൽ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ വികസിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ജീവിക്കാൻ ചുറ്റുപാടില്ലെങ്കിലും രാജ്യവും ജനപ്രതിനിധികളും വികസിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ വിദ്യാസമ്പന്നരും സംസ്കാരസമ്പന്നരുമായ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു വിടുന്ന ജനപ്രതിനിധികൾ സംസ്കാരശൂന്യന്മാരായി പെരുമാറാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ രാജ്യത്തിന് അന്തസ്സുണ്ടെന്നൊക്കെയാണ് നാം എപ്പോഴും പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് ജനപ്രതിനിധികളിലൂടെയാണ് ലോകം അറിയുന്നത്. അത് മുഖ്യമന്ത്രിമാരായാലും പ്രധാനമന്ത്രിയായാലും മന്ത്രിമാരിലൂടെയായാലും ലോകസഭയിലൂടെയാണെങ്കിലും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ നിയമസഭകളിലൊക്കെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കേരള നിയമസഭയിലൊക്കെ അതൊന്നും ഇത്തരണത്തിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാർലമെൻറ്റ് ഉണ്ടായ നാൾ തൊട്ട് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു AKGയെ CPI, അതായത് അന്ന് പാർട്ടി വിഭജിച്ച് CPM ഉണ്ടായിട്ടില്ലായിരുന്നു. CPIയുടെ നേതാവായിരുന്ന AKGയെ അവർക്ക് ഇത്ര ശതമാനം പ്രതിപക്ഷ അംഗങ്ങൾ ഇല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹത്തെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവാക്കുകയും അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എപ്പോൾ എഴുന്നേറ്റാലും അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ മൈക്ക് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ സമയങ്ങളിലും പ്രധാനമന്ത്രി അവിടെ സന്നിഹിതനായിരുന്നു. അതിനുശേഷം 1957 തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരനായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി അത് കാതോർത്തിരിക്കുമായിരുന്നു. പാർലമെൻറ്റ് കൂടുന്ന മുഴുവൻ സമയങ്ങളിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാതൃകയായിരുന്നു അക്കാര്യത്തിൽ. വാജ്പേയിയെ പറ്റി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ഈ യുവാവ് ഭാവിയിൽ ഇന്ത്യയുടെ ഭരണകർത്താവായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഈ വാജ്പേയി തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിൽ യുദ്ധം നടത്തി പാകിസ്ഥാനെ രണ്ടാക്കി മാറ്റി പാർലമെൻറ്റിൽ നാം യുദ്ധം ജയിച്ചു എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോൾ അവരെ ഇന്ത്യയുടെ ദുർഗ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ പരസ്പര ബഹുമാനവും വാക്കുകൾ കൊണ്ട് ആരെയും നോവിക്കാത്തൊരവസ്ഥയിലായിരുന്നു നമ്മുടെ പാർലമെൻറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അധികാരമെന്ന് പറയുന്നത് കച്ചവടത്തിനുള്ളതാണെന്നും അധികാരമെന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതാണെന്നും അധികാരമെന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ പേർക്കാണെന്നുമുള്ള ഒരു ധാരണ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നോ അന്ന് നമ്മുടെ സംസ്ഥാന നിയമസഭകളും പാർലമെൻറ്റുകളും ഇത്തരം പരിപാടികളിലേക്ക് മാറിത്തിരിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പാർലമെൻറ്റിലെ അംഗങ്ങൾ, അച്ഛൻ, അമ്മ, മക്കൾ ഒക്കെ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പാർലമെൻറ്റിലെ അംഗങ്ങളായിരുന്നു എന്ന് ഓം ബിർള കഴിഞ്ഞ ബുധനാഴ്ച ദിവസം പാർലമെൻറ്റിൽ ശൂന്യവേളയിൽ പറഞ്ഞു. ബിർള അത് പറയുന്നതിന് മുമ്പ് പാർലമെൻറ്റ് നിയന്ത്രിച്ചിരുന്ന സഭയിലെ ഈ സ്പീക്കറുടെ ഒരു പാനലുണ്ട്. സ്പീക്കർ ഇല്ലാതിരിക്കുന്ന സമയത്ത് സഭ നിയന്ത്രിക്കാനുള്ള പാനൽ, അതിൽപ്പെട്ട ഒരാളായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടേക്ക് കടന്നു വരികയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സഭയുടെ അന്തസ്സിന് ചേരാത്ത പ്രവർത്തനം നടത്തി. അത് ഈ പാർലമെൻറ്റിൽ അച്ഛനും അമ്മയും മകനും അമ്മയും മോളും ഒക്കെ തന്നെ അംഗങ്ങളായിട്ടുണ്ട്, സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു തൻ്റെ ഭാഗം പറയാൻ വേണ്ടി. നമ്മുടെ നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും കാലാകാലങ്ങളായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ പ്രതിപക്ഷ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി, അയാൾ അഭിപ്രായം പറയുന്നതിന് വേണ്ടി മൈക്ക് വിട്ടു കൊടുക്കാറുണ്ട്. അത് പ്രധാനമന്ത്രിമാർ സംസാരിക്കുമ്പോഴായാലും നിയമസഭയിലെ മുഖ്യമന്ത്രിമാർ സംസാരിക്കുമ്പോഴാൾ പോലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യാറ് പതിവാണ്. എന്നാൽ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി പാർലമെൻറ്റിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തത് പോലെ തന്നെ ഇവിടെയും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. തനിക്ക് പറയാനുള്ള അവസരം അദ്ദേഹം ചോദിച്ചു കൊടുത്തില്ല. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സഭ ഉടൻ നിർത്തിവെച്ചിട്ട് നമ്മുടെ ഇത്രയൊക്കെ പറഞ്ഞു. അതായത് സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും, ഇവിടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എഴുന്നേറ്റൊക്കെ പോയി സഭ 1 മണിക്കൂർ നിർത്തിവെച്ചിട്ട്. സഭ നിർത്തിവെക്കാനും സഭയിൽ എന്തും പറയാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട് എന്നുള്ളതാണ് നാം കരുതുന്നത്. അദ്ദേഹവും കരുതുന്നത് എങ്ങനെയായിരിക്കാം. എന്തായിരുന്നാലും
അതിന് അദ്ദേഹത്തോടൊപ്പം തന്നെ ACCയുടെ സെക്രട്ടറിയും നമ്മുടെ ആലപ്പുഴ MP യുമായ KC വേണുഗോപാലും ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അത് ഉപനേതാവ് ഉൾപ്പെടെ സ്പീക്കറെ കാണാൻ ചെന്നപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, എന്നും പറയരുത്. വൈകുന്നേരത്തേക്ക് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടിയാണല്ലോ. BJPയുടെ IT തലവൻ മാളവിക ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ രാഹുൽ ഗാന്ധി 11 മണിക്ക് പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ഇളയ സഹോദരിയായ, ഏക സഹോദരിയായ നമ്മുടെ MP, വയനാടിൻ്റെ MP അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇന്ന് കുശലം പറഞ്ഞിട്ട് അവരുടെ കവളിൽ തട്ടി, കവളിൽ പിടിച്ചു. അതാണ് അന്തസ്സില്ലാത്ത പ്രവൃത്തിയായി കണ്ടത്. നമുക്ക് പണ്ടുതൊട്ടേ അറിയാവുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഒരാളിനെ ഈഴ്ത്തിത്തരുവാൻ, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചോ അയാളുടെ സമ്പത്ത് അനുസരിച്ചോ ആ ആളിനെ നമുക്ക് ഏതെങ്കിലും ഒരു അടിച്ചിരുത്താൻ സാധിക്കാതെ വന്നാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അയാളെ മോശക്കാരനെ ചിത്രീകരിക്കുക, അതിങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുപോവുക. ഇതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലും ഇന്ന് കണ്ടുവരുന്നത്. എന്തായിരുന്നാലും ഒരു സഹോദരൻ സഹോദരിയുടെ കവളിൽ പിടിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അമ്മുമ്മയുടെ മരണത്തിന് ശേഷം ആങ്ങളെയും പെങ്ങളും അവർ രണ്ടുപേരും മാത്രമായിരുന്നു അവരുടെ യഥാർത്ഥ കൂട്ടുകാർ. 1970 ജനിച്ച രാഹുൽ ഗാന്ധിയും 12/1/1972 ജനിച്ച പ്രിയങ്കയും മാത്രമായിരുന്നു അവർ ചെറുപ്പം തൊട്ട് ആങ്ങളെയും പെങ്ങളും കളിക്കൂട്ടുകാരൊക്കെ അവരായിരുന്നു. അത്രമാത്രം ഈ സ്നേഹത്തോടുകൂടിയാണ് അവർ ഇന്നും അന്നും പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ് കാശ്മീരിൽ ചെന്നപ്പോൾ മഞ്ഞെറിഞ്ഞ് കളിക്കുന്നതും, അങ്ങനെ പൊതുജനത്തിനിടയ്ക്ക് വെച്ചാലും എവിടെ വെച്ചാലും സഹോദരിയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ടോ എന്നെനിക്കറിയില്ല. അതിന് പാർലമെൻറ്റിനുള്ളിലായതുകൊണ്ടും അങ്ങനെ ഒരു തടസ്സമുണ്ടോ? വേറൊരാളുടെ കവിളിനല്ലല്ലോ പിടിച്ചത്, സ്വന്തം സഹോദരിയുടെ കവിളിൽ തലോടി, അല്ലെ സ്നേഹപൂർവ്വം തലോടി അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചു എന്ന കുറ്റമാണ് ഈ യുവ നേതാവ് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതിന് ഇത്രമാത്രം അയാളെ അപമാനിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സംസ്കാരം എവിടെ ചെന്ന് നിൽക്കുന്നു? ഇങ്ങനെയൊരു സംഭവം മറ്റൊരാൾക്ക് എന്തുകൊണ്ട് അസ്വസ്ഥമാക്കുന്നു? ആങ്ങളെയും പെങ്ങളും തങ്ങളുള്ള സ്നേഹപ്രകടനം മറ്റുള്ളവർക്ക് അവരെന്താ ഇത്ര അസ്വസ്ഥരാക്കുന്നത്? അപ്പോൾ ഇവിടെ ശരിക്കും ഓർക്കേണ്ടത്, ആങ്ങളെയും പെങ്ങളും കൂടി ഒരു പാർലമെൻറ്റിൽ എത്തിയിട്ട് അവർ പരസ്പരം ഒരേ രീതിയിൽ നിന്ന് ഭരണകക്ഷിയെ എതിർക്കുന്ന സമയത്ത് അതിനവരെ മോശക്കാരെ ചിത്രീകരിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് പാർലമെൻറ്റിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓം പ്രകാശ് ബിർള എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നിന്നും കുറേ കൂടി മാന്യമായൊരു സംഭാഷണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരും അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെങ്ങളോടൊപ്പം സംസാരിക്കുന്നതും കാര്യം പറയുന്നതൊക്കെ കണ്ട് അവർ അതിനെ ചിരിച്ച് കൊണ്ടുപോയ സമയത്ത് എവിടെയോ ഒരു കുബുദ്ധി, ഒരു ഞരമ്പിന് തോന്നിയ ഒരു അസുഖമാണ് ഈ വാർത്തയായിട്ട് പുറത്തേക്ക് വന്നത്. ഇന്ന് ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സഹോദരിയെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, അങ്ങനെ സഹോദരിയോട് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ, അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അവർക്ക് പരസ്പരം ഹസ്തദാനം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ, പിന്നെ എന്ത് സംസ്കാരമാണ് നമ്മൾ ഭാരതീയ സംസ്കാരമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത്? ഭാരത സ്ത്രീയെ അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തിൻ്റെ മൂല്യത്തെ നമ്മുടെ പാർലമെൻറ്റ് തന്നെ ഇകഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇവരിൽ നിന്നൊക്കെ കൂടി ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവരെ നമ്മൾ കാണുന്നത്, അവരെ നമ്മളെ കാണുമ്പം തൊഴുതുകൊണ്ടൊന്ന് വോട്ട് മേടിച്ചെങ്കിലും ഇപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ ചാടി തൊഴുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥ, ആ രീതിയിലുള്ള ബഹുമാനം അവരർഹിക്കുന്നുവെങ്കിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് വേണം പാർലമെൻറ്റിനുള്ളിൽ എല്ലാവരും പ്രവർത്തിക്കാൻ. മറ്റൊരാളെ അടിച്ചിരുത്തുന്നതിന് വേണ്ടി ഇത്തരം വൃത്തികെട്ട രീതികൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.